അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. ജിഷിൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ടാസ്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റിക്കി നോട്ടുകൾ കൊടുത്തിട്ടുണ്ട് 3 പേർക്കും. അതിൽ ക്യാപ്റ്റൻ എന്ന് ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ട് ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വൈറ്റ് ബോർഡ്. അവിടെ ഓടിപ്പോയി ഒട്ടിക്കുക, തിരിച്ചു വരിക, ഒട്ടിക്കുക, തിരിച്ചു വരിക. ഇതാണ് ടാസ്ക്. ക്യാപ്റ്റൻസി ടാസ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒണിയിൽ, ജിഷിൻ, റെന ഫാത്തിമ എന്നിവരായിരുന്നു ടാസ്കിൽ പങ്കെടുത്തത്. ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവര് ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ നടപ്പിലാക്കാൻ സാധ്യതയുള്ള 5 പദ്ധതികൾ ഓരോരുത്തരും വന്ന് പറയാൻ പറയുന്നു. റെനയും ഒണിയിലും ജിഷിനും വന്ന് സംസാരിക്കുന്നു. അതിനുശേഷം ഏറ്റവും നന്നായിട്ട് പറഞ്ഞതനുസരിച്ച് 3 പേരെയും ബാക്കിയുള്ളവർ റാങ്ക് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് ഏറ്റവും നന്നായി പറഞ്ഞ ആളാര്, അതിൻ്റെ അടുത്ത ആളാര്, അതിൻ്റെ അടുത്ത ആളാര്, അങ്ങനെ റാങ്ക് ചെയ്യുന്നു. എല്ലാവരും റാങ്ക് ചെയ്തതിനൊടുവിൽ ഒന്നാമത് എത്തുന്നത് ഒണിയിലെ, രണ്ടാമത് ജിഷിൻ, മൂന്നാമത് റെന ഫാത്തിമ. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ടാസ്കിൽ ടൈമുണ്ട്. അപ്പോൾ ടൈമിനൊരു പ്രാധാന്യമുണ്ട്, സമയത്തിന്റെ ആനുകൂല്യം കിട്ടും. അപ്പോൾ ഒന്നാമതെത്തിയ ആളിന് കൂടുതൽ ടൈം കിട്ടും, രണ്ടാമതെത്തിയ ആളിന് അതിന് താഴെ ടൈം, മൂന്നാമതെത്തിയ ആളിന് ഏറ്റവും കുറവ് ടൈം. അങ്ങനെയായിരിക്കും ടാസ്ക്. ബസർ അടിക്കുന്ന ആ മുറയ്ക്കാണ്. അപ്പോൾ ആദ്യം ബസർ അടിക്കുന്നത് ഒന്നാമതെത്തിയ ആളിനായിരിക്കും. അയാൾ സ്റ്റിക്കി നോട്ട് കൊണ്ട് ഒട്ടിച്ചു തുടങ്ങും. അല്പം കഴിഞ്ഞ് ബസർ അടിക്കുമ്പോൾ രണ്ടാമത്തെ ആൾ ഒട്ടിച്ചു തുടങ്ങണം. അത് കഴിഞ്ഞ് ബസർ അടിക്കുമ്പോഴേ മൂന്നാമത്തെ ആളിന് തുടങ്ങാൻ പറ്റൂ. ഇതായിരുന്നു ടാസ്കിൽ ഈ ഒരു സംഭവത്തിന്റെ ഒരു പ്രാധാന്യം. അപ്പോൾ എന്തായാലും ടാസ്ക് ഒക്കെ ചെയ്തു. അവസാനം ജിഷിൻ ടാസ്ക് തൂക്കി. ജിഷിൻ ജയിച്ചു, ക്യാപ്റ്റനായി.